Welcome 7th standard children. This is your revision video. So I have given on the board the model of the question paper. Here you can see the history question paper, that is total 25 marks. So name the following, then fill in the blanks, match the following, answer in 1 or 2 sentences, write short answers. This is your model of the history question paper, total 25 marks. Then here you can see geography and political life question paper. Both the subject is sharing 25 marks. So in geography, first geography, name the following, then fill in the blanks. 5 name the following I'll be asked, half mark each. Same way, fill in the blanks also 5, half mark each. Then answer the questions and diagram. Diagram is very important. One diagram I'll be giving you all. So you all learn that. Then political life. Political life, fill in the blanks, that is 4 marks, and answer the question 6 marks. So total 25 marks. This is the model of your question paper. Now I'll be discussing those important points in the lesson. So in history you all are having 2 chapters, isn't it? The Delhi Sultans and the Mughal Empire. Now the Delhi Sultans, important points. What all points likely to come for the examination? That is, Delhi became the first became the capital of a kingdom. അതായത് തോമര രാജ്പുട്ടാണ് അത് കിങ്ഡമിൻ്റെ ക്യാപിറ്റലാക്കിയത്. പിന്നെ അന്നത്തെ കാലം ഉപയോഗിച്ച കോയിൻസ്, ദറ്റ് ഈസ് ദഹ്ലി വാൾ കോയിൻസ്. പിന്നീട് ഡൽഹി, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡൽഹി ഇൻ ടു എ ക്യാപിറ്റൽ ഓഫ് വാസ്റ്റ് ഏരിയ ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. അത് ആരെ ഇടയിലായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ്. പിന്നെ ഇവിടെ കുറച്ച് ഡൽഹി സുൽത്താനേറ്റിൻ്റെ പേരുകളൊക്കെ പറയുന്നുണ്ട്, ഡിനസ്റ്റീൻ്റെ പേരുകൾ. പിന്നെ താരിഖ് ആൻഡ് താരിഖ് സിംഗുലർ, ത്വാരിഖ്. ഇതെന്താ? ഹിസ്റ്ററീസ്, ചരിത്രം, അതായത് റൈറ്റേഴ്സ് എഴുതിയ ഇതാണ്. ഇൻ പേർഷ്യൻ, വിച്ച് ലാംഗ്വേജ് ഇറ്റ് ഇസ് റിട്ടൺ? ഇൻ പേർഷ്യൻ. അതൊക്കെ നിങ്ങൾ അറിയണം. പിന്നെ ഒരു മെയിൻ മിൻഹാജ് സിറാജ്, ദാറ്റ് ഇസ് എ ക്രോണിക്കിളർ. അയാൾ എന്താണ് റസിയനെ പറ്റിയിട്ട് എഴുതിയത്? അതായത് അവർ പ്രത്യേക ഈ റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. ബർത്ത് റൈറ്റ് ആൻഡ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ, അതിനെ പറ്റിയിട്ട്. ബർത്ത് റൈറ്റ്, അതായത് ജെൻഡർ എന്ന് പറയുന്നത് എപ്പോഴും അവർ പറയുന്നത് പിന്നെ സ്ത്രീകൾ പുരുഷന്മാരെ സബോർഡിനേറ്റ് ആയിട്ടാണ്. അപ്പം പുരുഷന്മാർക്കാണ് അതിൻ്റെ റൈറ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അത് എഴുതിയത് എന്തിനെ പറ്റിയിട്ട്? ബൈ ദ റൈറ്റേഴ്സ് ഹാവ് റിട്ടൺ അബൌട്ട് ദ റൂളേഴ്സ് ആൻഡ് ഓൾ. അവർക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് എഴുതിയത്. പിന്നെ ഹിൻറ്റർലാൻഡ് ആൻഡ് ഗാരിസൺ ടൗൺ. ഗാരിസൺ ടൗൺ എന്ന് പറഞ്ഞാൽ കോട്ട ചുറ്റും കോട്ടയായിട്ട് ആ കിങ്ഡമിനാണ് ഗാരിസൺ ടൗൺ. അതിൻ്റെ എഡ്ജസൻ്റ് ഉള്ള സ്ഥലത്തിനാണ് ഹിൻറ്റർലാൻഡ് എന്നാണ് ഗുഡ്സ് ഒക്കെ എത്തിക്കുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കും. പിന്നെ വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് അണ്ടർ ദ ഡൽഹി സുൽത്താൻ, അതായത് ഗ്യാസുദ്ദീൻ ബാൽബൻ, അലാവുദ്ദീൻ ഖൽജി ആൻഡ് മുഹമ്മദ് തുഗ്ലക്, ഫേമസ് റൂളേഴ്സ്. അത്ര തന്നെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്റ്റേണൽ ഫ്രോണ്ടിയർ ആൻഡ് ഇൻറ്റേർണൽ ഫ്രോണ്ടിയർ, അതൊന്ന് വായിച്ചു നോക്കണം. പിന്നെ മസ്ജിദ്, പിന്നെ കോൺഗ്രിഗേഷണൽ മോസ്ക്, കണ്ടോ അവിടെ എന്തൊക്കെയാണ്? ജമാ മസ്ജിദ്. പിന്നെ നമാസ്, ആ പ്രേയസിന് ഇമാം, കണ്ടോ ഒരു മെയിൻ ലീഡർ. ആൻഡ് ആ സെർമോൺ, ദാറ്റ്സ് ഖുത്ബ. പിന്നെ ദേ ഫേസ് ടു ദ വെസ്റ്റ്, അതുകൊണ്ട് കിബ്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയണം. പിന്നെ അടുത്തതാണ് ബന്ധകൻ. അത് ഫേമസ്. ബന്ധകൻ എന്ന് പറയുന്ന ആരാണ്? ഈ സ്ലേവ്സിനെയാണ് ബന്ധകൻ എന്ന് പറയുന്നത്. അവരെയാണ് ഹൈ പൊസിഷനിലേക്ക് എത്തിച്ചത് ഡൽഹി സുൽത്താനെ. അപ്പോൾ സമന്ത. പിന്നെ ടാക്സ്, കാരജ് ഒരു ടാക്സ് ആണ് ഓൺ കൾട്ടിവേഷൻ. പിന്നെ അത് കൂടാതെ കാറ്റിലിൻ്റെ മേലെ നിന്നും ടാക്സ് എടുത്തിട്ടുണ്ട്, ഹൗസസും. പിന്നെ മുക്തീസ്, ഇക്താസ്, ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഇക്തദാർ, മുക്തീസ്, അതൊക്കെ നിങ്ങൾ അറിയേണ്ടതാണ്. പിന്നെ അടുത്തതാണ് ഇത് വരുന്നത് മുഗൾ എംപയർ. നെക്സ്റ്റ് ലെസൺ ഇസ് മുഗൾ എംപയർ. ഹൂ ആർ ദ മുഗൾസ്? അവർ പറയുന്നത് 2 ഡിസെൻഡിൽ നിന്നാണ് മുഗൾസ് വന്നത്. ഒന്ന് അമ്മേൻ്റെ സൈഡ് മംഗോൾസ്, പിന്നെ അച്ഛൻ്റെ സൈഡാണ് ടിമൂർ.
അപ്പോൾ അതാണ് അവർക്ക് ഇഷ്ടം തിമൂർ ഡിനസ്റ്റി അല്ലേ. എന്തുകൊണ്ടാണ് അവർ ഡൽഹി ക്യാപ്ചർ ചെയ്തുകൊണ്ട്? മറ്റേ മംഗോൾസ് എന്ന് പറയുന്നത് ഇവർക്ക് എപ്പോഴും ഭീഷണിയായിരുന്നു, അതാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത്. ഹൂ വാസ് ദ ഫസ്റ്റ് മുഗൾ എംപറർ? ബേബർ. അതൊക്കെ അറിയണം. പിന്നെ ഇവിടെ കുറച്ച് എംപറേഴ്സിനെ പറ്റിയിട്ട് പേരുകളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഷാജഹാൻ, ഔറംഗസേബ്, അക്ബർ, ഹുമയൂൺ ഒക്കെ. പിന്നെ ട്രഡീഷൻ ഓഫ് സക്സഷൻ എങ്ങനെയാണ് വന്നത്? അത് രണ്ട് തരത്തിൽ, പ്രിമോജെനിറ്റർ ആൻഡ് കോപ്പസീനറി. പ്രിമോജെനിറ്റർ എന്ന് പറഞ്ഞാൽ മൂത്ത മകനാണ് അധികാരം. കോപ്പസീനറി എന്ന് പറയുന്നത് ഇപ്പം 4 മക്കളാണെങ്കിൽ 4 മക്കൾക്ക് തുല്യാവകാശം. അതാണ്, അതൊക്കെ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്ക്. പിന്നെ മൻസബ്ദാർ ആൻഡ് ജാഗീർദാസ്. ഈ മൻസബ്ദാർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊസിഷനാണ്, ഒരു റാങ്കാണ്. അപ്പോൾ അതാണ്. പിന്നെ ഈ റാങ്കിനെയും പിന്നെ സാലറീനെ ഒന്നിച്ചിട്ടൊരു ന്യൂമറിക്കൽ വാല്യൂ സത്ത്, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. മൻസബ്ദാർ, ജാഗീർസ്. പിന്നെ സബ്ത് ആൻഡ് ജമീന്ദാർ കണ്ടോ? ദ ചീഫ് ലോക്കൽ ഹെഡ്മാൻ ജമീന്ദാർ. പിന്നെ ആ റവന്യൂ സിസ്റ്റം, അന്നത്തെ കാലം ടോഡാർമാൽ അക്ബറിൻ്റെ കീഴിൽ ഒരു റവന്യൂ സിസ്റ്റം കൊണ്ടുവന്ന്, അതായത് 10 വർഷത്തിൻ്റെ ഇത്ര ഈ കൃഷിയാണ് ചെയ്യേണ്ടത്, അത് എത്ര, അങ്ങനെയൊക്കെ ആ ഒരു ടൈം ടേബിൾ, അതാണ് ജപ്ത്. ഈ റവന്യൂ സിസ്റ്റമാണ് ജപ്ത് എന്ന് പറയുന്നത്. പിന്നെ 3 വോള്യൂംസ് അബുൽ ഫാസൽ എഴുതിയത് അല്ലേ, അതായത് ഒന്ന് അക്ബറിൻ്റെ ആൻസിസ്റ്റേഴ്സിനെ പറ്റി, പിന്നെ റെയിൻ, പിന്നെ അക്ബറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അക്ബർനാമ, ഏനായി, അക്ബറി. പിന്നെ അതിനകത്ത് എന്തൊക്കെയാ എഴുതിയ? സുബാസ് കണ്ട, ദീവാൻ, ആരാണ് ദീവാൻ? കോട്ട്വാൾ, പിന്നെ ഫൗജ്ദാർ, ബക്ഷി, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പിന്നെ ഇബാദത്ത് ഖാന, ആ ഒരു ഹാള് ചർച്ച ചെയ്തത് അല്ലേ, എന്നിട്ട് എല്ലാ റിലീജിയസും കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന് എന്താണ്? യൂണിവേഴ്സൽ പീസ്, ദറ്റ് ഈസ് സുല്ലായ് കൂൽ. അപ്പം അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ എക്സസൈസ് അറ്റ് ദ ബാക്ക്, മാച്ച് ദ ഫോളോയിങ്, അതൊക്കെ ഞാൻ തന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ചിലത് ഞാൻ തന്നിട്ടില്ല, അത് നിങ്ങൾ പഠിക്കും വേണ്ട. പിന്നെ അടുത്തതാണ് ദിസ് ഈസ് പൊളിറ്റിക്കൽ ലൈഫും അതേമാതിരി 2 ലെസൺസാണ് നിങ്ങൾക്കുള്ളത്. ദറ്റ് ഈസ് ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്, ആൻഡ് ദ അതർ വൺ ഈസ് ഹൗ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് വർക്ക്സ്. അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ district is divided into one state is divided constituency അല്ലേ. ആ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഒരു MLA വരും. അപ്പം അങ്ങനെ മെജോറിറ്റി, വാട്ട് ഇസ് മെജോറിറ്റി, വാട്ട് ഇസ് ഓപ്പോസിഷൻ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. മെജോറിറ്റി, ഓപ്പോസിഷൻ, പിന്നെ വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് MLA, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ എന്താണ് ഡിബേറ്റ് ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടാവുക? ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിന്നും അതാ MLA വന്നിട്ട് അവിടെ ഒരു അസംബ്ലി ഫോം ചെയ്തിട്ട് അവരെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകളുള്ളത്, അതൊക്കെ ആ അസംബ്ലിയിൽ പറയും. പിന്നെ അസംബ്ലി കഴിഞ്ഞാൽ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടാവും, ഹെൽത്ത് മിനിസ്റ്റർ വക ഒരു ഹെൽത്ത് പ്രസ് കോൺഫറൻസ്, അതൊക്കെയാണ്. പിന്നെ വാൾപേപ്പർ പ്രോജക്റ്റ് ഐ ഡിഡ്ന്റ് എക്സ്പ്ലെയിൻ ടു യു ആൾ. പിന്നെ ഈ എക്സസൈസ് ഒന്ന് നിങ്ങൾ പഠിക്കുക, പിന്നെ അടുത്ത ലെസനാണ് ഗ്രോയിങ് അപ്പ് ആസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ദെൻ സാമുവ ഇൻ 1920 എന്താ സംഭവിച്ച ആ ഐലൻഡിൽ. പിന്നെ മധ്യപ്രദേശ് 1960 ഇതിലെ 5th സ്റ്റാൻഡേർഡ് മേലോട്ടേക്ക് അങ്ങോട്ടേക്ക് ബോയ്സ് ആൻഡ് ഗേൾസ് ആറ്റ് സെപ്പറേറ്റ് സ്കൂൾസ്. പിന്നെ വാല്യൂ ഓഫ് ഹൗസ് ഹോൾഡ് വർക്ക്, വീട്ടമ്മമാർ ചെയ്യുന്ന വർക്കിൻ്റെ വാല്യൂ. പിന്നെ വിമൻസ് ഈക്വാളിറ്റി, അത് ഈ തുല്യ അവകാശം കൊടുക്കാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ തുടങ്ങിയത്? അംഗൻവാടീസ്, ക്രഷൊക്കെ, അതായത് ഒരു അവസരം സ്ത്രീകൾക്ക് പുറത്തും, അതിനാണ്. സോ 2 lessons in political life. And next is your geography. Geography also you all are having 2 lessons, isn't it? The first one is what? That is our changing earth. That is endogenic and exogenic forces that you all have to learn. Then earthquake. Now epicenter, അതൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം കേട്ടോ. പിന്നെ വർക്ക് ഓഫ് ദ റിവർ, മിയാൻഡർ, ഫ്ലഡ് പ്ലെയിൻ, ലിവീസ്. പിന്നെ വർക്ക് ഓഫ് സീ വേവ്സ്, സീ കേവ്സ്, ആർച്ച് സ്റ്റാക്സ് എന്താണെന്നും അതറിയണം നിങ്ങൾ. വർക്ക് ഓഫ് ഐസ്, ഗ്ലേഷ്യൽ മൊറൈൻസ്. പിന്നെ വർക്ക് ഓഫ് വിൻഡ്, അതും നിങ്ങൾ അറിയണം. മഷ്റൂം റോക്ക്, സാൻഡ് ഡ്യൂൺസ്, ലോയ്സ്, അതൊക്കെ നിങ്ങളൊന്ന് നോക്കേണ്ടതാണ്. പിന്നെ ഈ തന്ന എക്സസൈസ് ഒക്കെ ഒന്ന് യു ഗോ ത്രൂ. ദെൻ ദിസ് പസിൽ ഓൾസോ, ദിസ് ആസ് 1 word ആൻസർ ഐ മേ ആസ്ക്. അപ്പോൾ അതൊന്ന് പഠിക്കണം നിങ്ങൾ. പിന്നെ നെക്സ്റ്റ് ഇസ് വാട്ട്? എയറിൻ്റെ അകത്താണ് അറ്റ്മോസ്ഫിയർ,
കോമ്പോണൻസ് ഓഫ് അറ്റ്മോസ്ഫിയർ അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ദാറ്റ് ഇസ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അതൊക്കെ. പിന്നെ വെതർ, വാട്ട് ഇസ് വെതർ, വാട്ട് ഇസ് ക്ലൈമറ്റ്, ദെൻ വാട്ട് ഇസ് ടെമ്പറേച്ചർ, ഇൻസൊലേഷൻ. ഇൻസൊലേഷൻ കൂടുന്നോളം പ്രഷറും കൂടും, അതായത് ഹീറ്റ് പ്രഷർ കുറയും, ഹൈ ലോ പ്രഷർ ആവും. പിന്നെ എയർ പ്രഷർ, വിൻഡ്, ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൻഡ്, പെർമനൻറ്റ്, സീസണൽ വിൻഡ്, ലോക്കൽ വിൻഡ്. പിന്നെ ഒരു സൈക്ലോൺ ഹിറ്റ് ചെയ്തത് ഒഡീസ, ദാറ്റ് ഇസ് 29th October 1999. ദെൻ ദ ഡയഗ്രാം, ഞാൻ ചോദിക്കാൻ പോകുന്ന ഡയഗ്രാമാണ് ഇത്. അതായത് മേജർ പ്രഷർ ബെൽറ്റ് ആൻഡ് wind system. ഇതാണ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാം ദറ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് ഫോർ ദ എക്സാമിനേഷൻ. അത് കൂടാതെ ഞാൻ തന്ന ഈ എക്സസൈസും അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. പിന്നെ ഈ പേജത്തെ പസിൽ ഓൾസോ, ഇത് വൺ വേർഡ് ആൻസർ ആയിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇത് ഞാനൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ നോക്കും വേണ്ട. അപ്പോൾ ഈ പസിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ചിൽഡ്രൻ. സോ ദിസ് ഇസ് മച്ച്. സോ ഓൾ ദ ബെസ്റ്റ് ചിൽഡ്രൻ. ഡു വെൽ ഫോർ ദ എക്സാമിനേഷൻ. താങ്ക് യു ചിൽഡ്രൻ.